നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഷെഡ്യൂൾ തുടങ്ങാൻ? വെജല്ലേ, നോമ്പ് ആയതുകൊണ്ട്? വെജാണോ? വെജ് ഞാനും നോമ്പ്. അപ്പോൾ അത് കാരണം നന്നായി. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മറീന ഇരുന്നിട്ട് നോൺ വെജ് കഴിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നു. നോൺ വെജിൻ്റെ ആളാണല്ലോ എന്തായാലും. ഉറപ്പായിട്ടും ഭയങ്കര ഇഷ്ടം നോൺ വെജ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് തന്നെ എങ്ങനെയാണല്ലോ എടുക്കാന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം 25 days ഇതെല്ലാം കഴിഞ്ഞേച്ച് അങ്ങോട്ടൊരു ഇരുത്തങ്ങോട്ട് ഇരിക്കണം അല്ലേ? പിന്നെ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ദാറ്റ് മൊമെന്റ്. അതെ, ദാറ്റ് മൊമെന്റ് എല്ലാം ഇങ്ങനെ പ്ലേറ്റുകൾ മുമ്പിൽ ഉണ്ടാവണം. എല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതെ അതെ, ദിവസം എന്തെങ്കിലും സ്പെഷ്യലും ഉണ്ടാവും. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്നാലും ബ്രേക്ക് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ശരിക്കും മറീനയുടെ ഒരു എന്താ ഫുഡിങ്ങിന്റെ ഒരു ഇത്? അങ്ങനെ എന്തെങ്കിലും കൺട്രോളിലൊക്കെ പോകുന്ന ഒരു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആക്ച്വലി എല്ലാം ഇംബാലൻസ്ഡാണ്. കാരണം ഞാൻ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാം. രാത്രി കിടക്കാൻ ഞാൻ ലേറ്റ് ആവാറുണ്ട്. മിക്കപ്പോഴും ലേറ്റ് ആവും. ഒന്നെങ്കിൽ എന്തെങ്കിലും വർക്ക് കഴിഞ്ഞ് വരുന്നതോ അല്ലെങ്കിൽ അത് ഷെഡ്യൂൾ അങ്ങനെയാണ്. ഇപ്പോൾ ചെയ്യുന്ന പടം തന്നെ ഈവനിങ് 6 to morning 6 ആണ്. അപ്പോൾ ഈ രാത്രി ഉറക്കം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു 10 ദിവസം കണ്ടിന്യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇൻസോമാനിക് ടൈപ്പിലേക്ക് ആയി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഉറക്കം രാത്രി ഭയങ്കര ഉറക്കം. അപ്പോൾ ലേറ്റ് ആയിട്ട് ഞാൻ രാവിലെ എണീക്കാം. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ബ്രഞ്ചായിട്ട് ഞാൻ കഴിക്കുന്നതുള്ളൂ. അതാണ് അതാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ളൊരു. അപ്പം അത് പക്ഷേ ഞാൻ കഴിക്കും, ഒരുപാട് കഴിക്കത്തില്ല, കൺട്രോൾ ചെയ്തിട്ട് ഞാൻ കഴിക്കുള്ളൂ. പക്ഷെ എനിക്ക് വയറ് എന്ന് പറയുന്നത് ഞാൻ കഴിക്കും വേണം. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് ഫേവറേറ്റ്സ്? ബിരിയാണി. എനിക്ക് മനസ്സിലായി, നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ. ആൻഡ് ഐ ലൈക്ക് ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ. മിക്സഡ് ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ. സച്ച് എ ട്രാജിക് സിറ്റുവേഷൻ. രണ്ട് റൈസ് ആണല്ലോ, തടി കൂടാനായിട്ട് ഇതിൽ ഇപ്പോഴും വേറൊന്നും വേണ്ട. അപ്പോൾ ശരിക്കും ഈ നമ്മൾ പുറത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, നോൺ വെജ് കൂടുതലായിട്ട് കഴിക്കുന്നു, പ്രത്യേകിച്ച് റൈസ് ഇപ്പം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫിറ്റ്നസ് ഒക്കെ എങ്ങനെയാണെന്ന്? ഇല്ല, ഞാൻ ആക്ച്വലി കുറച്ച് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആൻഡ് അല്ലാതെ ഞാൻ ജിം ചെയ്യാറുണ്ട്, വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇവിടെ ബയോറിത്തം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിമ്മുണ്ട്, അത് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കസിൻ ഒരു ട്രെയിനറുണ്ട്, ഡാനി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ മേടിച്ചത് ചെയ്യും. ആൻഡ് വാട്ട് ഐ ഡു ഇസ് ലൈക്ക് കാർബ് മാക്സിമം കട്ട് ചെയ്യാൻ നോക്കും. റൈസ് കഴിക്കും, എന്നാലും ഷുഗറും പാലും കുറച്ചൊന്ന് കുറയ്ക്കും. അപ്പോൾ ഇപ്പം ശരിക്കും ഏതൊരു മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് പിന്നെ നന്നായി ടെൻഷൻ അടിക്കും. അപ്പോൾ പിന്നെ നാച്ചുറലി ടെൻഷൻ്റെ വെയിറ്റ് കൂടും. എന്താണ്? അല്ല, ചില ആളുകളുടെ ഫിസിക്കിനനുസരിച്ച് എനിക്ക് ടെൻഷൻ അടിച്ചാൽ ഞാൻ മെലിയും. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? അമ്മ ബിരിയാണി. അമ്മ സ്പെഷ്യൽ ഓൾവേസ് ബിരിയാണി. പിന്നെ ഒരു വേറൊരു ഐറ്റം ഉണ്ട് നമ്മുടെ സാമ്പാറും മീൻ വറുത്തതും. അത് നല്ല കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞു. ഭയങ്കര നല്ല കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നല്ല കോമ്പിനേഷനാണ്. സാമ്പാറും മീൻ വറുത്തും പപ്പടവും ക്യാബേജ് തോരനും അച്ചാർ.